നമസ്കാരം. ഞാൻ സഹസംവിധായകനായി വീണ്ടും പ്രവർത്തിച്ച ആറ്റുവേല എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. നിരവധി താരങ്ങൾക്കൊപ്പം പ്രത്യേക അനുഭവ സമ്പത്തുള്ള ആ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ സിനിമയുടെ ടൈറ്റിൽ കാർഡ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. പരിചയക്കാർ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. വിജയൻ സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജരായും എക്സിക്യൂട്ടീവ് ഒക്കെ ആയി ജോലി ചെയ്യുന്നു, കഥ എഴുതുന്നു, സംവിധാനം ചെയ്യുന്നു, ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കുന്നു. ഇങ്ങനെ എല്ലാത്തിലും കൂടി കൈയിട്ട് മാന്തിയിട്ട് പോകുന്നതിന് പകരം ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു മറുപടിയാണ് ഈ എപ്പിസോഡിൽ ഞാൻ ആദ്യം തരുന്നത്. ഞാൻ കണ്ടൊരു അനുഭവം പറയാം. ഷൊർണൂരിൽ നിരവധി ഷൂട്ടിങ്ങൾ വന്നിരുന്നൊരു കാലത്ത് ഒരു യുവാവ് സ്ഥിരമായി ഷൊർണൂരിൽ വരുമായിരുന്നു. അങ്ങ് കൊല്ലം സൈഡിൽ നിന്ന് ഇവിടെ നിന്നാണ്. കണ്ടാൽ ഏകദേശം നടൻ മുകേഷിൻ്റെ രൂപഭാവാദികൾ, ഫുൾ കൈ സ്ലീവൊക്കെ ഇട്ട് തോളിലൊരു ഹാൻഡ് ബാഗും തൂക്കി സ്ഥിരമായി ഷൊർണൂരിൽ കാണാം, പല ലൊക്കേഷനിൽ കാണാം. അങ്ങനെ ഇയാൾ ചാൻസ് ചോദിക്കുന്നു. വേഷങ്ങളൊന്നും അങ്ങനെ പ്രധാനമായി കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അവസരം കിട്ടില്ല. അങ്ങനെ ഒരു നിരാശയിൽ പുള്ളി തിരിച്ചു പോകും, വീണ്ടും വരും. അപ്പോൾ ഞാൻ ഒരിക്കൽ മനസ്സിലാക്കി, ഇയാൾക്ക് ഇത് മാത്രമാണ് ജോലി. ചാൻസ് ചോദിച്ച് ഇങ്ങനെ എല്ലാ ലൊക്കേഷനിലെത്തും, അലയിക്കുക, താൻ സംവിധായകരെ കാണുമ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവുമാരെ കാണാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ചാൻസ് കിട്ടുന്നു, ഇയാളങ്ങനെ നിരാശനാവുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് അയാളുടെ ജീവിത വിധി. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരികയാണ്. രാത്രി ഒരു 12:30 മണിക്കാണ് തൃശ്ശൂരിലെത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഷൊർണൂരേക്ക് ബസ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വല്ല വണ്ടിയും ആ സമയത്ത് കിട്ടാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോഴാണ് വഴിയിലൊരു റോഡരികിലെ ഫെൻസിങ്ങിൽ തല കുനിച്ച് ഈ യുവാവ് മദ്യപിച്ച് ലക്ക് കെട്ട് എന്താണ് പറയുക, നിലത്ത് വീഴുന്നൊരവസ്ഥയിൽ നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കാണുകയാണ്. ഒരു മനുഷ്യനായതുകൊണ്ടും പെട്ടെന്ന് ഞാൻ പരിചയമുള്ളൊരു യുവാവിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അയാളുടെ പുറത്ത് തട്ടി, ഹലോ, എന്താണ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണുയർത്തി എന്നെ നോക്കി. ഒരു നിമിഷം കണ്ണുകളിൽ നിന്ന് വെള്ളം വീഴുന്നതാണ് ഞാൻ പിന്നെ കാണുന്നത്. എന്നെ കണ്ടതും തേങ്ങിക്കരഞ്ഞുകൊണ്ട് ആ യുവാവ് പറഞ്ഞു, വർഷങ്ങളായി വിജയേട്ടാ ഞാനിങ്ങനെ സിനിമയിൽ